കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിൽ വൻ സ്ഫോടനം. ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്നതാണെന്നാണ് സൂചന. സ്ഫോടനത്തിൽ വീട് തകർന്നു. കണ്ണപുരം പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ രാഹുൽ KV ഉണ്ട്. രാഹുൽ, ഇത് എപ്പോഴായിരുന്നു സംഭവം? ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? പുലർച്ചെ 2 മണിയോടെയാണ് ഈ വൻ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. ആളുകൾക്ക് ഗുരുതരമായ പരിക്ക്, വീട്ടിലുണ്ടായിരുന്നവർക്ക് ഗുരുതര പരിക്ക് എന്ന വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. മറ്റു കാര്യങ്ങളൊന്നും തന്നെ പോലീസോ അല്ലെങ്കിൽ ഫയർഫോഴ്സോ ഒന്നും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടില്ല. പറഞ്ഞതുപോലെ 2 മണിക്കാണ് ഈ വൻ സ്ഫോടനം. ഒരു വാടക വീടാണ്. വീട് പൂർണ്ണമായും തന്നെ തകർന്ന ഒരു അവസ്ഥയാണ്. കണ്ണപുരം കീഴറയിലാണ് ഈ സ്ഥലം. ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീടാണ്. വീട് വാടകയ്ക്ക് നൽകി, അനൂപ് എന്നയാൾക്ക് വാടകയ്ക്ക് നൽകി എന്നാണ് അവരിൽ നിന്ന് നമ്മൾ അന്വേഷിച്ച സമയത്ത് ലഭ്യമായ വിവരം. വീട്ടിൽ ഈ താമസിച്ചിരുന്ന ആളുകളുടെ ഭാഗങ്ങൾ, അതായത് ഈ സ്ഫോടനത്തെ തുടർന്ന് ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി അയൽവാസികൾ പറയുന്നുണ്ട്. ഫയർഫോഴ്സ് പക്ഷെ അത് സ്ഥിരീകരിച്ച് നമ്മളോട് പറയുകയും ചെയ്തിട്ടില്ല. ഇവിടെ ഏതായാലും പോലീസും ഫയർഫോഴ്സും ചേർന്ന് വിശദമായി തന്നെ പരിശോധന നടത്തി വരികയാണ്. ബോംബ് നിർമ്മാണം നടക്കുന്നതിനിടെ സ്ഫോടനമുണ്ടായി എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. ബോംബിന്റേതായ അവശിഷ്ട ഭാഗങ്ങളൊക്കെ തന്നെ വീടിനകത്തു നിന്നും ഈ സമീപത്തു നിന്നായി കണ്ടെത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് ചില സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ട്. അത് സ്ഥിരീകരിക്കണമെങ്കിൽ പോലീസിന്റെയോ അല്ലെങ്കിൽ ഫയർഫോഴ്സിന്റെയോ ഭാഗത്ത് നിന്ന് അത്തരങ്ങൾ വിവരങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനാലും 2 മണിയോടെ നടന്ന ഒരു വൻ സ്ഫോടനമാണ്. വീടിന് തന്നെ കാര്യമായ നാശനഷ്ടം, അതുപോലെ വീട് തകർന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായി വരും. അത്തരത്തിലുള്ളൊരു സ്ഫോടനമാണ് ഉഗ്ര ശബ്ദത്തോടു കൂടി ആ പ്രദേശത്ത് സംഭവിച്ചിട്ടുള്ളത്. ഒരിക്കൽ കൂടി പറയുകയാണ്, ഗോവിന്ദൻ എന്ന ആളുടെ ഉടമസ്ഥതയിൽ, അദ്ദേഹം വാടകയ്ക്ക് നൽകിയ വീടാണ്. അനൂപ് എന്നയാളാണ് വാടകയ്ക്ക് എടുത്തത് എന്നുള്ള വിവരം കൂടിയാണ്. 2 പേർ വീട്ടിലുണ്ടായിരുന്നു എന്ന വിവരം കൂടി ലഭിച്ചു വരികയാണ്. എന്നാലും 2 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. വിശദമായ പരിശോധനകളൊക്കെ നിലവിൽ നടന്നു വരികയാണ്. തീർച്ചയായും ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം ഉണ്ടായത് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. പക്ഷേ പോലീസ് ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. അതിനുശേഷം മാത്രമാണ് എന്താണ് സംഭവിച്ചത് എന്നതിലൊരു വ്യക്തത വരികയുള്ളൂ. രാഹുൽ, ഈ പരിക്കേറ്റവരെ ഏത് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്? അവരുടെ നില എന്താണ്? നിലവിൽ ഗുരുതരമായ അവസ്ഥയിലാണ് എന്ന് തന്നെയാണ് ലഭ്യമായിട്ടുള്ള വിവരം. ഈ ഉടനെ തന്നെ നാട്ടുകാരും അതുപോലെ പിന്നീട് വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തേക്ക് എത്തുകയാണ് ഉണ്ടായത്. അതായത് ഈ 2 പേർ വീട്ടിലുണ്ടായിരുന്നു എന്നതാണ് അയൽവാസികളൊക്കെ പറയുന്നത്. അവരുടെ ശരീരഭാഗങ്ങളടക്കം ചിതറിയ നിലയിൽ വീട്ടിൽ നിന്നും ഒക്കെ തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അവരെ സമീപത്ത് തന്നെയുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള ഒരു വിവരം തന്നെയാണ് ലഭ്യമായിട്ടുള്ളത്. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ അത് പരിശോധിച്ചതിന് ശേഷം അറിയാം എന്ന് മാത്രമാണ് പോലീസ് ഏതായാലും അറിയിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്.